അടുത്ത മേഖലയുമായി ശ്രദ്ധാപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ കേൾവിക്കാർക്കും ഞങ്ങളുടെ ക്രിസ്തീയ അഭിവാദനങ്ങൾ. അങ്കമാലി ആഴകത്ത് ഇമ്മാനുവൽ എന്ന മിഷൻ ടീമിന്റെ പ്രവർത്തനമാണ് രാവിലെ തുടങ്ങി വിവിധ ഇടങ്ങളിൽ ഈ സന്ദേശം അറിയിച്ച് ഈ വേങ്ങൂരിന്റെ പ്രദേശത്ത് ഇപ്പോൾ ഞങ്ങളായിരിക്കുന്നത്. കുറച്ച് സഹോദരി സഹോദരന്മാർ ഇങ്ങനെ ഈ സന്ദേശം അറിയിപ്പാൻ നിർബന്ധിതരാകുന്നതിന്റെ മൂല കാരണം എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയ കത്തുദാസൻ പറഞ്ഞതുപോലെ ആർക്ക് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും, ആര് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയും എന്ന് ചോദിച്ച് അന്വേഷിച്ചപ്പോൾ ഞങ്ങളെ തേടി വന്ന ആ ദൈവസ്നേഹം, ആ ദൈവസ്നേഹമാണ് ഞങ്ങളെ ഇപ്രകാരം ആക്കി തീർക്കുവാൻ ഇടയായി തീർന്നത്. വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ സുവിശേഷം അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് ലജ്ജയില്ല. കാരണം വിശ്വസിക്കുന്നവന് അത് ദൈവ ശക്തിയാണ്. ഞങ്ങളെ ഇവിടെ പറയപ്പെടുന്ന ദൈവത്തിന്റെ വചനങ്ങളും ആശയങ്ങളും ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ഊരിത്തിരിഞ്ഞു വന്ന ഒരു ആശയമല്ല. 2024 വർഷങ്ങൾക്ക് മുമ്പ് താണലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് നമ്മിലൊരുവനായി ജീവിച്ച് 33 തിരുവയസ്സിൽ തന്റെ നിഷ്കളങ്കമായ രക്തം മാനവജാതിക്ക് വേണ്ടി ഊറ്റിക്കൊടുത്ത യേശുക്രിസ്തുവിന്റെ അവസാനത്തെ കൽപ്പനയാണ് നിങ്ങൾ സകല സിദ്ധികളോടും പോയി ഈ സുവിശേഷം അറിയിപ്പിനെന്നുള്ളത്. ആ യേശുക്രിസ്തുവിന്റെ അന്ത്യകൽപ്പന അനുസരിച്ചാണ് നിങ്ങൾ ഇപ്രകാരമായിരിക്കുന്നത്. ഞാൻ നിങ്ങൾ വന്നെത്തിയിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു കാലഘട്ടമാണ്. ഇത് വല്ലാത്ത ഒരു കാലഘട്ടമാണ്. ഒരു നൂറ്റാണ്ടിന്റെ ആരംഭമാണിത്. 20-ാം നൂറ്റാണ്ട് അവസാനിച്ചു 21-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. 100 വർഷത്തിലൊരിക്കലേ ഇങ്ങനെയുള്ള കാലത്ത് മനുഷ്യനെ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. ഇത് കേവലം ഒരു നൂറ്റാണ്ടിന്റെ മാത്രം ആരംഭമല്ല, ഒരു സഹസ്രാബ്ദത്തിന്റെ ആരംഭം കൂടെയാണ്. ക്രിസ്തു ശബ്ദത്തിന്റെ ആ സഹസ്രാബ്ദം അവസാനിച്ച് 3-ാം സഹസ്രാബ്ദത്തിലേക്ക് മാനവജാതി പ്രവേശിപ്പാനിടയായി തീർന്നു. 1000 വർഷത്തിലൊരിക്കലേ ഇങ്ങനെയുള്ള കാലം ഉണ്ടാകുകയുള്ളൂ. ഇത് കേവലം ഒരു സഹസ്രാബ്ദത്തിന്റെ മാത്രം ആരംഭമല്ല, ഒരു യുഗപ്രതിയോട് ഞാൻ നിങ്ങളെ സമീപിച്ചിരിക്കുകയാണ്. അത്ഭുതാപൂർവമായ സംഭവങ്ങൾക്ക് സാക്ഷിയാകേണ്ട ഒരു കാലപ്രതിസന്ധിയിൽ ഞാൻ നിങ്ങളും ജീവിക്കുന്നു. ഈ കാലഘട്ടത്തെ നോക്കിക്കൊണ്ട് ചിലർ പറയുന്നു ഇത് കലിയുഗമാണ്, തിന്മയും അധർമ്മവും വർദ്ധിക്കുന്ന കാലം, കലിയുഗം സർവവിനാശത്തിൽ അവസാനിക്കുമെന്ന് അവർ കരുതപ്പെടുകയാണ്. എന്നാൽ വിശുദ്ധ ബൈബിൾ ഈ കാലഘട്ടത്തിന് നൽകുന്ന പേര് 2 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുന്ന മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും
ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും അധികാരിയന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാസ്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കുമെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മാനവ സമൂഹത്തെ ഈ നിലയിലുള്ള കാറ്റഗറിയിലേക്ക് വിശുദ്ധ വേദപുസ്തകം കൊണ്ടുവന്നിട്ട് ഇപ്രകാരം പറയുകയാണ്: ഈ കാണുന്ന ആകാശവും ഭൂമിയും അതേ വചനത്താൽ ദൈവം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. യേശുക്രിസ്തു ജനിക്കുന്നതിന് 400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവചിച്ച പ്രവാചകനായ മലാക്കി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിന്റെ അവസാന പുസ്തകമായ മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ചൂടപോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് അഹങ്കാരികളും സകല വിശ്രവൃത്തിക്കാരും കാലടിയാകും. വരുവാനുള്ള ആ ദിവസം വേലും കൊണ്ടും ശേഷിപ്പിക്കാതെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ദഹിപ്പിച്ചു കളയുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ പോപ്പെന്ന് ചിലർ പറയുന്ന പത്രോശ്ലീഹ തന്റെ ലേഖനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന: പണ്ട് നോഹയുടെ കാലത്ത് ദൈവം ഭൂമിയെ ജലപ്രളയത്താൽ ന്യായം വിധിച്ചുവെങ്കിൽ ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ ദൈവം തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, അനേക പ്രിയപ്പെട്ടവർ പറയുന്നു, ലോകം ഉണ്ടായത് മുതൽ മനുഷ്യൻ ജനിക്കുന്നു മരിക്കുന്നു, ഇങ്ങനെ തലമുറകൾ മാറുന്നതല്ലാതെ ഭൂമിക്കോ ആകാശത്തിനോ ഒരു നാശം ഉണ്ടാകത്തില്ല, തലമുറകൾ മാറി മാറി വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പാപം പൂരിപ്പിക്കാനും പാപത്തിൽ മുഴുകി ജീവിക്കുവാനും മനുഷ്യൻ ആശ്വസിക്കുന്ന ഒരു കാര്യമാണ് ദൈവം ഒരു മനുഷ്യരെ ന്യായം വിധിക്കുകയെന്നോ ഈ ഭൂമിയെ മുഴുവനും ദൈവം നശിപ്പിച്ചു കളയുമെന്നോ അതൊരിക്കലും സാധ്യമല്ല. പ്രിയ സ്നേഹിതരെ, മനുഷ്യന്റെ ഈ വ്യർത്ഥമായ വാക്കുകൾ സദാചാരത്തെ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിച്ചാൽ പണ്ട് നോഹയുടെ കാലമെന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ദൈവം ഭൂമിയെ ജലപ്രളയത്താൽ നശിപ്പിച്ചതായി വിശുദ്ധ വേദപുസ്തകത്തിന്റെ 1-ാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 6 മുതലുള്ള അധ്യായങ്ങൾ പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. അന്നത്തെ ലോകത്തെ ദൈവം ജലപ്രളയത്താൽ നശിപ്പിക്കുവാൻ കാരണമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ പെരുകിയതുപോലെ തന്നെ മനുഷ്യന്റെ അകൃത്യങ്ങൾ പെരുകുവാനിടയായി തീർന്നു. മാത്രമല്ല, ആണോടാണ് അവലക്ഷണമായത് പ്രവർത്തിപ്പാനിടയായി, പെണ്ണോട് പെണ്ണ് അവലക്ഷണമായത് പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നപ്പോൾ യഹോവയായ ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ഭൂമിയിൽ മനുഷ്യർ പെരുകിയതുപോലെ തന്നെ മനുഷ്യന്റെ അകൃത്യങ്ങൾ പെരുകുവാനിടയായി തീർന്നു. അന്ന് ആ തലമുറയിൽ ദൈവം നീതിമാനായി നോക്കിയപ്പോൾ നോഹ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണുവാനിടയായി തീർന്നു. ആ മനുഷ്യന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ആ നോഹയോട് പറഞ്ഞു, നോഹേ, ഞാൻ ഭൂമിയെ നോക്കിയപ്പോൾ ഭൂമി തങ്ങളുടെ അകൃത്യം കൊണ്ട് വഷളായിരിക്കുകയാണ്. ഞാൻ ഈ ഭൂമിയെ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യരോടുകൂടെ നശിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ തലമുറയിൽ നീതിമാരായി കാണുകയാൽ നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം ഉണ്ടാക്കുവാൻ പറഞ്ഞു. പ്രിയ സ്നേഹിതരെ, ബൈബിളിൽ ഈ പറഞ്ഞിരിക്കുന്ന സംഭവമില്ലേ? ഇന്നത്തെ ആധുനിക അത് ശാസ്ത്രം പറഞ്ഞ് മനുഷ്യരെത്തിപ്പിടിക്കുവാൻ പലതിലേക്കും ശ്രമിച്ച് പലരും മനുഷ്യന്റെ കൈക്കുണ്ടിലായി മനുഷ്യർ പറയുകയാണ് ഇതൊക്കെ ഒരു അമ്മക്കഥയാണെന്ന്. പ്രിയ സ്നേഹിത, ബൈബിൾ പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോയാലും മാറ്റമില്ലാത്ത ഒന്നാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ആ വചനത്തിന് മാറ്റമില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന സംഭവം യാഥാർത്ഥ്യമാണ്. ഈ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കാറ് ഇല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. അത് നോഹ എന്ന് പറയുന്ന ഒരു ഭക്തനായവന്റെ കാലഘട്ടങ്ങളിൽ അന്ന്
അന്നത്തെ തലമുറ ദൈവസന്നിധിയിൽ പാപം ചെയ്ത് ജീവിച്ചപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി ജലപ്രളയത്തിന്റെ അന്ന് ശ്വാസമുള്ള സകലത്തെയും ദൈവം നശിപ്പിക്കാൻ ഇടയായി തീർന്നു. അതൊരു അമ്മ കഥയാണെങ്കിൽ പുതിയ നിയമത്തിൽ ചിലരെങ്കിലും പറയുന്ന ഒന്നാമത്തെ പോപ്പെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന പത്രോസ്ലീഹ തന്റെ ലേഖനത്തിൽ പറയുന്നു, പണ്ട് നോഹയുടെ കാലത്ത് ജലപ്രളയമുണ്ടായെന്ന്. നോഹയുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം കുടിയിരുത്തുമെന്നും ആ പെട്ടകത്തിൽ അല്പജലം എന്തുവെച്ചാൽ 8 പേർ പെട്ടകത്തിലൂടെ രക്ഷ പ്രാപിപ്പാനിടയായെന്ന് താൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, മനുഷ്യനോട് പോസ്റ്റ് പറഞ്ഞ് നുണ പറഞ്ഞ് ഒന്നും നേടുവാൻ ആവശ്യമില്ലാത്തവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവന്റെ വായിലെ വാക്കുകൾ എന്ന് പറയുന്നത് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമാണ്. ആ യേശു ക്രിസ്തു പറഞ്ഞു, മനുഷ്യപുത്രന്റെ വരവും നോഹയുടെ കാലം പോലെയായിരിക്കും. അങ്ങനെയെങ്കിൽ പ്രിയ സ്നേഹിതരെ, 2 വാക്കുകള് ഏത് കാര്യവും ഉറപ്പാക്കാമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നുവെങ്കിൽ നോഹയുടെ കാലത്ത് ജലപ്രളയം നടന്നെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. കാരണം ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ബൈബിൾ മാത്രമല്ല, ഒരു കാലത്ത് ഭൂമിയെ ജലപ്രളയത്താൽ ന്യായം വിധിച്ചു എന്നുള്ളത് ബൈബിളിന്റെ ഒരു പ്രമേയം മാത്രമല്ല. ബാബിലോണിന്റെ കൃതികൾ പരിശോധിച്ചാൽ അവിടെയും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ഭൂമി ഒരു കാലത്ത് ജലപ്രളയത്താൽ മുങ്ങുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അന്നത്തെ കാലത്ത് പാപം ചെയ്ത സകല മനുഷ്യനെയും ന്യായം വിധിച്ചുവെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അതേ വചനത്താൽ ഈ കാണുന്ന ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, പ്രിയ സ്നേഹിതരെ, ഇനി ഒരു 3-ാം ലോക മഹായുദ്ധമുണ്ടായാൽ ഈ ഭൂമി വിശാലമായൊരു ശവപ്പുറത്തായി മാറ്റപ്പെടാൻ പോകുകയാണ്. ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു 3-ാം ലോക മഹായുദ്ധത്തിന് വേണ്ടി ലോക രാജ്യങ്ങളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, മനുഷ്യൻ പാപം പെരുകുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധി ഉറപ്പാണെങ്കിലും മനുഷ്യന് ആ ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ദൈവമൊരു രക്ഷ മാർഗമൊരുക്കിയിട്ടുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തു എന്ന മാർഗമാണ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നത്, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ചിലർ പറയും യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു മതസ്ഥാപകനാണ്. ചിലർ പറയുന്നു യേശു ക്രിസ്തു എന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ദൈവമാണ്. ചിലർ പറയുന്നു യേശു ക്രിസ്തു എന്ന് പറയുന്നത് നല്ലൊരു പ്രവാചകനാണ്. ചിലർ പറയുന്നു അവൻ പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ്, മധ്യസ്ഥന്മാരിൽ ഒരു മധ്യസ്ഥനാണ്, ദൈവങ്ങളിൽ ഒരു ദൈവമാണ്. അല്ലല്ല, അവനല്ലാതെ രക്ഷിപ്പാൻ മറ്റൊരു നാമമില്ലെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുക. പ്രിയ സ്നേഹിതരെ, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ നിത്യസാപവും നിത്യമോക്ഷവും നിലകൊള്ളുന്നത് കർത്താവായ യേശുവിലാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ദൈവമായിരിക്കാൻ വന്നവരല്ല യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറയുന്നു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് യേശു എന്ന പേർ വിളിക്കണം. യേശു എന്ന വാക്കർത്ഥം രക്ഷകനെന്ന മനുഷ്യരെ അസമാധാനത്തിൽ നിന്നും പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തു എന്ന നാമമാണ്. പ്രിയ സ്നേഹിതരെ, യേശു ഒരു മതസ്ഥാപകനല്ല. യേശു
പ്രത്യേക വിഭാഗത്തിന്റെ ദൈവമല്ല, യേശു മഹാദൈവമാണ്. ചിലർക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ അവർ യൂണിറ്റിയുമെങ്കിലും, പ്രിയ സ്നേഹിതരെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് പറയുവാനുള്ളത്, നിങ്ങളെയും യേശു സ്നേഹിക്കുകയാണ്. നിങ്ങളുടെ പാപം എത്ര കടിച്ചുവപ്പായാലും, നിങ്ങളെത്ര അസമാധാനത്തിൽ ജീവിക്കുന്ന വ്യക്തിയായാലും, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ടെന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, അവൻ മാത്രമാണ് ഏകരക്ഷകൻ. അവൻ മാത്രമാണ് മനുഷ്യനെ സ്നേഹിച്ച് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച ഏക അവതാരം. അതുകൊണ്ട് കർത്താവായ യേശുവിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിന്റെ കുടുംബവും രക്ഷ പ്രാപിപ്പാൻ ഇടയായിത്തീരും. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന മതങ്ങൾക്ക് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. നിങ്ങളുടെ പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. നിങ്ങളുടെ പാരമ്പര്യങ്ങൾക്ക് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. മനുഷ്യരെ രക്ഷിപ്പാൻ ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു എന്ന നാമമാണ്. ബൈബിൾ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഈ നാമം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം, നിങ്ങളുടെ ജീവിതത്തിൽ പാപമോചനവും രക്ഷയും നൽകുവാൻ മതിയായ നാമമാണ്. ആ നാമത്തിങ്കിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.